എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണാസ് ആയുരാരോഗ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഞാനിതിനെ ഒരു ഒറ്റമൂലി, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഒറ്റമൂലി എന്നൊക്കെ ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് രോഗലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കുംബറാണ്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നെല്ലിക്ക, ഇഞ്ചി, പിന്നെ കല്ലുപ്പ്, കറിവേപ്പില, അതുപോലെ തന്നെ നാരങ്ങ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എല്ലാ സിസ്റ്റത്തിലും ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാജിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിറാക്കുലസ് ഇഫക്റ്റാണ് ഇത് ബോഡിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കുറച്ചധിക ദിവസം നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുക. എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം ഞങ്ങൾ ഇത് സ്ഥിരം എടുക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് അത് ചെയ്ത് നോക്കണം. കാണുക മാത്രമല്ല, അത് നമ്മൾ ചെയ്ത് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഇതെനിക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കണം. നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്നെ അറിയിക്കുകയും ചെയ്യണം കമൻറ്റ് ബോക്സിലൂടെ. ഓക്കെ. പിന്നെ ഈ കുക്കുംബർ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, ഞാൻ പറഞ്ഞു, ഓരോ അവയവങ്ങളിലും മാജിക്കൽ ഇഫക്ട്സ് ആണ് കാണിക്കുക. കാരണം അതിലടങ്ങിയിരിക്കുന്ന ഇപ്പോൾ കുക്കുംബറിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പദാർത്ഥം, ഈ കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ആണ് ഇതിനെ ഒരു മാജിക്കൽ ഒരു വെജിറ്റബിളായിട്ട് എന്താ പറയുക പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇഞ്ചി ഞാൻ പറഞ്ഞു, കറിവേപ്പില, നാരങ്ങ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല, അത്രയും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, കുക്കുംബറും ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പിനേഷനാണ് ഇതിന് ഇത്രയധികം ഒരു ഒറ്റ മൂലിയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയും ബെനിഫിറ്റ്സ് ശരീരത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ആൽക്കലൈൻ മീഡിയം, അതായത് ഒരു ബ്ലഡിലൊരു ക്ഷാര സ്വഭാവം നിലനിൽക്കുമ്പോഴാണ് രോഗപ്രതിരോധം ഉണ്ടാവുക. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് മെഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടേംസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ്, നമുക്കറിയാം ജലാംശം ഒരുപാട് കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ് കുക്കുംബർ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്വൻസ്, രാസപദാർത്ഥങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്, അതുപോലെ തന്നെ വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, അങ്ങനെ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള എലമെൻസും അടങ്ങിയിരിക്കുന്ന ഒരു, സത്യം പറഞ്ഞാൽ ഈ കുക്കുംബറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് തന്നെ ഒരു വീഡിയോ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം അത്രയും കാര്യങ്ങളുണ്ട് അതിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഗട്ട് ഹെൽത്ത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മസിൽസ്, നമ്മുടെ ബോൺസ്, നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെ അളവ്, ഗട്ട് മൈക്രോബ്സിൻ്റെ അളവുകൾ, അങ്ങനെ സ്കിന്നിൻ്റെ ടോണ്, സ്കിന്നിൻ്റെ ഹെൽത്ത് എന്ന് വേണ്ട ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സിസ്റ്റത്തിലും വളരെ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊണ്ടുവരാനും രോഗപ്രതിരോധം ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയാലാണ് നമുക്കതിൻ്റെ ഗുണം എത്രയാണ് എന്നുള്ളത്. നമുക്ക് കാണുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് തോന്നാം, പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു മാജിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് ചേർത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ഒരു കുക്കുംബറാണ് വേണ്ടത്. ഇങ്ങനത്തെ ടൈപ്പ് കുക്കുംബർ തന്നെ നോക്കി വാങ്ങിക്കണം. അല്ലാണ്ട് നമ്മൾ കിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ഡാർക്ക് പച്ചയിൽ കുറച്ച് സ്മോൾ സൈസായിട്ടുള്ളത് കിട്ടും, അതല്ല, ഈ കുക്കുംബറാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ ഇതിന് വേണ്ടത് ഒരു നാരങ്ങ. ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ 3 പേർക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് 3 നെല്ലിക്ക വേണം. ഓരോരുത്തർക്കും ഒരു നെല്ലിക്ക എന്നുള്ള അളവിലാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. അതിൽ കറിവേപ്പില ഈ 3 പേർക്ക് ഉണ്ടാക്കാൻ ഇത്ര ഒരു അളവിലാണ് കറിവേപ്പില എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ നന്നായി വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മളിത് സാധാരണ നമ്മൾ കറിവേപ്പില എന്ത് ചെയ്യുന്നു, കടുക് വറക്കുമ്പോഴാണ് ഇടുക അല്ലേ കറികൾക്കൊക്കെ. ഇത് പച്ചയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എടുക്കാൻ. ഇത് നമ്മളെ വീട്ടിലത്തെ കറിവേപ്പിലയാണ്. അപ്പോൾ അതങ്ങനെ. ഇനി ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ചിലർക്ക് ഉപ്പ് കുറവ് മതി, ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം. അപ്പോൾ അത് എന്താണോ നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള അളവിലുള്ള കല്ലുപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇന്ദുപ്പ് എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഉപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് കുക്കുംബർ കട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ അതിന് ഈ 2 അറ്റം ആദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ചില കുക്കുംബറിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അത് അതിൻ്റെ ഉള്ളിലുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ കെമിക്കൽ കോൺസ്റ്റൻസ് ഒക്കെ ഉള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയതിൻ്റെ വ്യത്യാസത്തിലാണ് ചിലതിൽ കയ്പ്പ് വരിക. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ അറ്റത്ത് അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പീൽ ചെയ്തെടുക്കുക അതിൻ്റെ തൊലി. അതിന് മുമ്പ് നന്നായി കഴുകണം കേട്ടോ. കുക്കുംബർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങനെ അതിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നടുക മുറിക്കാം. ചില കുക്കുംബറിൽ ഇതുപോലെ കുറച്ച് മൂത്തിട്ടുണ്ടാവും ഇതിൻ്റെ കുരു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ അത്രയ്ക്ക് മൂത്തിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ ആ കുരു പോവും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇളം കുക്കുംബറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുരുവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ ഉപയോഗിക്കാം. നമുക്കതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ പീസസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സി പറഞ്ഞാൽ നമ്മുടെ ജ്യൂസർ ഉണ്ടാവില്ലേ, അതിലേക്ക് മാറ്റാം. ഈ ഇഞ്ചി അതും നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ജാറിലേക്ക് ഇടാം. ഇനി നെല്ലിക്ക നമ്മൾ അതിൻ്റെ ഓരോ അല്ലി ഇങ്ങനെ മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടെ ഇതിലേക്ക് ഇടാം, ജാറിലേക്ക് ഇടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില അതും ഇട്ടു. ഇനി വേണ്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. ലാസ്റ്റാണ് നമ്മുടെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കേണ്ടത്. അപ്പോൾ അതപ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടെ ആവശ്യമാണ്. അപ്പോൾ നമുക്കിവിടെ 3 പേരാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഇത് നമ്മൾ അരച്ചെടുക്കുക. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ജ്യൂസ് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മാക്സിമം നിങ്ങളത് പ്രസ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക, മാക്സിമം ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ജാറിൽ നേരത്തെ കാണിച്ച പോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച എല്ലാ വെള്ളവും ചേർത്തിട്ട് ഈ രൂപത്തിൽ ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ, അപ്പം 3 പേർക്ക് ഒരു ചെറിയ അളവിലുള്ള നാരങ്ങ, ചെറിയ സൈസുള്ള നാരങ്ങയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത് ഫൈനലായിട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ മാറ്റിയിട്ട് വേണം പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിക്കാം. അപ്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരോഗ്യത്തിൻ്റെ ഒറ്റമൂല്യം എന്നുള്ളതാണ്. കാരണം അത്രയും ഒരു ബെനിഫിറ്റാണ് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ള റിസൾട്ട് അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തുടർച്ചയായിട്ട് കുറച്ചധികം ദിവസം വെറും വയറ്റിൽ രാവിലെ ഈ ജ്യൂസ് കുടിച്ച് നിങ്ങളുടെ ദിവസം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ആവും. നമ്മുടെ വയറാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം. ഗട്ട് ഹെൽത്ത് പ്രോപ്പറായ ഒരാൾ 100% ആരോഗ്യവാനായി എന്നാണ് എൻ്റെ ഇത്രയും നാളത്തെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നിങ്ങൾക്കുണ്ടായ ബെനിഫിറ്റ് വീഡിയോയുടെ അടിയിൽ കമൻസിൽ വന്ന് പറയണം. ഞാൻ വളരെ ലുക്കിംഗ് ഫോർവേഡാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യപരമായൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.